ഹലോ എവ്രി വൺ, ഐ ഹോപ്പ് ഓൾ ആർ ഫൈൻ. ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പിയാണ് നോക്കാൻ പോണത്. ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. അതിൽ 2.5 കപ്പ് മൈദ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര ക്വാണ്ടിറ്റി മൈദ എടുത്തോളി. ഇവിടെ ഞാൻ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. കേസരി യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ യെല്ലോ കളർ ഫുഡ് കളർ എടുക്കാം. ബേക്കിംഗ് സോഡ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് പുളിക്കാത്ത തൈരോ പുളിച്ച തൈരോ ഏത് തൈര് വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. സോൾട്ടാണ് ഒരു 1/4 ടീസ്പൂൺ സോൾട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഈ റെസിപ്പീന് തൈര് മസ്റ്റാണ്. അപ്പോൾ തൈര് ഉണ്ടായാലേ ഈ റെസിപ്പീൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ തൈര് സ്കിപ്പ് ചെയ്യേണ്ട. ഇപ്പോൾ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കൊരു നല്ല ബാറ്ററായിട്ട് മാറ്റാം. എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു സ്മൂത്തായിട്ട് ലംസ് ഒന്നും ഇല്ലാത്ത പോലെ നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് മാറ്റാം. ഇവിടെ ഞാൻ ഫുഡ് കളർ കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെയും ഞാൻ മുമ്പിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുഡ് കളർ കുറച്ചും കൂടി ആഡ് ചെയ്തോളി. ആഡ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചും കൂടി ഞാൻ വീഡിയോയിൽ കാണിച്ചതിൻ്റെക്കായി കുറച്ചും കൂടി ആഡ് ചെയ്താൽ കളർ കുറച്ചും കൂടി നല്ല കളർ കിട്ടും നിങ്ങൾക്ക്. ഇതുപോലെ സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്റർ ആക്കിയിട്ടുണ്ട് നമ്മൾ. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ഉണ്ടാവാനായിട്ട്. ലംസ് ഒന്നും ഇല്ലാത്ത പോലെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേ എനിക്ക് കളർ പോരാൻ തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. യെല്ലോ ആണോ അല്ലെങ്കിൽ കേസരി യെല്ലോ ആണോ ഓറഞ്ച് വേണോ ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് റണ്ണിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതുപോലെ സ്മൂത്തായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു നമ്മൾ ഈ ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടി ഞാൻ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഒരു 2.5 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ഷുഗർ സിറപ്പ് വേണോ അത്ര നിങ്ങൾ ഷുഗർ എടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബോയിൽ ചെയ്യാൻ വയ്ക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ബോയിൽ ചെയ്യാൻ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ വേഗം ഷുഗറെല്ലാം ഒന്ന് മെൽറ്റ് ആവും കേട്ടോ. ഇതെല്ലാവർക്കും അറിയണതാണ്, എന്നാലും ഒന്ന് പറയാണ് ഞാൻ. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്താൽ നമ്മളുടെ ഷുഗർ വന്നിട്ട് നന്നായിട്ട് മെൽട്ടായിട്ട് വേഗം നമുക്ക് ഈസി ആയിട്ട് വേഗം പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ബോയിൽ വരാൻ തുടങ്ങി. ഇത് കൂടുതൽ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അതുപോലെ ഒന്നും വേണ്ട. നല്ല വാട്ടറി ആയിട്ടുള്ള ഷുഗർ സിറപ്പാണ് വേണ്ടത് ഈ റെസിപ്പീന്. കുറച്ച് ബോയിലായാൽ മതി. കുറച്ച് ഇതാക്കണ്ട, ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്ട്രിങ്സ് ഒന്നും വരണ്ട. ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കണ മാതിരി ആയാൽ മതി. സ്ട്രിങ്സ് ഒന്നും വേണ്ട. ഇപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഈ ഷുഗർ സിറപ്പ് ക്രിസ്റ്റലൈസ് ആവാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഒരു 5 to 6 ഡ്രോപ്സ് ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു കോണാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടി ഞാൻ ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഗ്ലാസ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. പ്ലാസ്റ്റിക്കോ സ്റ്റീലോ നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ് എടുക്കുക. അതേപോലെ ഇതുപോലെ ഞാനിവിടെ ഗോൾഡ് വിന്നറിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കവർ വേണമെങ്കിൽ എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഈ ഗ്ലാസ്സിലൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് നീറ്റായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് കോനായിട്ട് എടുക്കാൻ വേണ്ടിയാണ്. കോനാക്കിയിട്ട് നമ്മൾ ഈ ബാറ്റർ വന്നിട്ട് ഈ കോണിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഈ കോൺ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോൺ സെറ്റാക്കി ഇപ്പോൾ നമ്മൾ ഈ ബാറ്റർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ലേ, ആ ബാറ്ററാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് കുറേ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഫില്ലാക്കിയിട്ട് അതിനെ ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടി ഒരു റബ്ബർ ബാൻഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു
എന്തെങ്കിലും ഒന്ന് സെല്ലോ ടേപ്പോ എന്തെങ്കിലും ഒന്ന് നമുക്ക് ടൈറ്റായിട്ട് അതിനെ സെക്യൂർ ആക്കി കൊടുക്കണേ. ഇവിടെ ഞാൻ റബ്ബർ ബാൻഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഓയിലാണ് കുക്ക് ചെയ്യാൻ വേണ്ടി ഓയിലാണ് ഞാൻ പാനിൽ കാണിച്ചത്. ഇപ്പോൾ ഇതുപോലെ സെക്യൂർ ആക്കി കൊടുക്കണേ. റബ്ബർ ബാൻഡിലോ അല്ലെങ്കിൽ ഒരു നൂല് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കെട്ടിയിട്ട് അതിനെ സെക്യൂർ ആക്കി കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ചുറ്റുമ്പോൾ ടൈറ്റായിട്ട് ഉണ്ടാവണം ഈ കോന്. ഇപ്പോൾ ഞാൻ ഓയിൽ ഹീറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ചെറിയ ഹോളാക്കി കൊടുക്കണേ. വീഡിയോ സ്കിപ്പായി പോയി. ഈ കോനിനെ ഒരു ചെറിയ ഹോളാക്കി കൊടുക്കണേ. എന്നിട്ട് ഓയിൽ നല്ല ഹീറ്റായിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ മുറുക്ക് പോലെ ഇതുപോലെ ചുറ്റി കൊടുക്കണേ. ജിലേബിയാണ്, നന്നായിട്ട് ഇതുപോലെ ചുറ്റിച്ച് എടുക്കണേ. നിങ്ങൾക്ക് എത്ര വലുത് വേണോ അത്രയും വലുതാക്കാം. ഇവിടെ ഞാൻ മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. പാൻ എത്ര വലുതോ അതിനനുസരിച്ച് നിങ്ങൾ എത്ര പീസസ് ആവോ അത്ര പീസസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 7-8 പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ക്രിസ്പി ആവണവരെ തിരിച്ചു മറിച്ചു. ഇപ്പോൾ നമ്മൾ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വേവണ വരെ തിരിച്ചു മറിച്ചു നമുക്ക് ഇട്ട് കൊടുക്കണേ. തിരിച്ചു മറിച്ചു ആക്കി കൊടുക്കണേ. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അത് നമുക്ക് കുക്കായ മാതിരി തോന്നും, ഉള്ളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല. അതാണ് ലോ ടു മീഡിയം ഫ്ലെയിം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്രിസ്പി ആയ ശേഷം ഇത് നമുക്ക് കോരി മാറ്റാം. കോരിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ വെച്ചതിന് ശേഷം നമുക്ക് ഓയിലെല്ലാം പോയതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പിൽ ഇത് ഇട്ട് കൊടുക്കണേ. നിങ്ങൾക്ക് ഈ ഫുഡ് കളർ ബാറ്ററിൽ ആഡ് ചെയ്യാണ്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഒരു നല്ല കളർ കിട്ടും നമുക്ക് ഈ ജിലേബീന്. ഇനിയൊരു ട്രിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഇനിയൊരു ബാച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര റൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ റൗണ്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഈസിയാണ്. ഇത് ഈസി ആയിട്ട് ഫ്ലോ ആവും, ഒരു സ്ട്രക്കും ആവില്ല, നല്ല സ്മൂത്തായിട്ട് വരും. ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയിൽ കുറേ ഒരു 30 ജിലേബീസ് വരും. നമുക്ക് അത്രയും ക്വാണ്ടിറ്റി കിട്ടും. നമുക്ക് 2.5 കപ്പ് ഞാൻ കാണിച്ച മെഷർമെൻറ്റ് ഉണ്ടായില്ലേ കപ്പ്, അതിലുണ്ടാക്കിയ കുറേ 30 to 35 ചെറുതാണെങ്കിൽ 35 ജിലേബീസ് കിട്ടും നമുക്ക് ഇത് തിരിച്ചു മറിച്ചു അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് എങ്ങനെ ഉണ്ടാക്കി സെയിം അതേപോലെ തന്നെ തിരിച്ചു മറിച്ചു ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് നമ്മൾ യമ്മി ടേസ്റ്റി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ജിലേബി ഇവിടെ റെഡിയാണ്. ഇത് ഷുഗർ സിറപ്പിൽ തന്നെ ഉണ്ടായ ഒരാഴ്ച 10 ദിവസമായാലും ഒന്നും ആവില്ല. പക്ഷേ ഇത് ഷുഗർ സിറപ്പിൽ ഉണ്ടാവണം, നന്നായിട്ട് മുങ്ങിയിട്ടുണ്ടായാൽ ഇതൊന്നും വരില്ല. ഒരാഴ്ച 10 ദിവസം ഒന്നും ആവില്ല. എന്താ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ലേ, ഇപ്പം നമ്മൾ എല്ലാ ജിലേബിയും നമ്മൾ അതിൽ ട്രാൻസ്ഫർ ആക്കി കൊടുക്കുകയാണ്. ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് ഡിപ്പ് ചെയ്യണം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അതിനെ ഡിപ്പ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാ ഭാഗത്തും ആ ഷുഗർ സിറപ്പ് എല്ലാം അതിനെ നന്നായിട്ട് സോക്ക് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി കിട്ടും നമുക്ക്. ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫുൾ ബാറ്റർ ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചേ ഉണ്ടാക്കിയിട്ട് ഇവിടെ വീഡിയോയിൽ കാണിച്ചതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിന് ഷെയർ ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കണേ. ഈ സ്നാക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻസിൽ അറിയിക്കണേ. നമ്മളെ ടേസ്റ്റി യമ്മി ആയിട്ടുള്ള ജിലേബി, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ജിലേബി റെഡിയാണ്. ഇത് ഹോട്ടായിട്ടോ അല്ലെങ്കിൽ കോൾഡായിട്ടോ സെർവ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്.